ബാങ്ക്വറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ഈ സമയം റോമാലേഖനത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന് ആരാധന എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഓർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏറ്റവും സുപരിചിതമായൊരു ദൈവവചന ഭാഗമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായമാണ്. ഞാനൊന്ന് വായിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. റോമാലേഖനത്തിൽ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ 12-ാം അധ്യായത്തിൽ ഓർപ്പിക്കുമ്പോൾ കഴിഞ്ഞ 11 അധ്യായങ്ങളിൽ താൻ ഓർപ്പിച്ചുണർത്തുന്ന ദൈവത്തിൻ്റെ മനസ്സലിവ് എന്നൊരു വിഷയമുണ്ട്. ആ കഴിഞ്ഞ 11 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സലിവ് ജാതികളോടുള്ളത് എന്താണെന്ന് ഓർപ്പിച്ചതിന് ശേഷം അതിന് തക്കത അഥവാ ജാതികളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിന് തക്കതായ നിലകളിൽ ദൈവത്തോടൊരു പ്രതികരണം ആവശ്യപ്പെടുകയാണ് ജാതികളിലെ അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെ ബുദ്ധിയുള്ള ആരാധന എന്ന് ഓർപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ മൂലഭാഷയിൽ ബുദ്ധിയുള്ള ആരാധന എന്നല്ല എഴുതപ്പെടുന്നത്. ഇംഗ്ലീഷ് വിവർത്തനത്തിലേക്ക് മൂലഭാഷയിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാകും, അവിടെ എഴുതിയിരിക്കുന്നത് റീസണബിൾ സർവീസ് എന്നൊരു വാക്കാണ്. അഥവാ ഗ്രീക്കിൽ അതിന് ലോഗിക്കോസ്, ലാട്രിയ എന്ന് പറയുന്ന 2 പദങ്ങളാണ്. ലോഗിക്കോസ്, ലാട്രിയ എന്ന് പറഞ്ഞാൽ യുക്തമായ സേവനം എന്നൊക്കെയാണ് അർത്ഥം. ബുദ്ധിയുള്ള ആരാധന എന്ന് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. എന്നാൽ ആരാധന എന്നുള്ള പദത്തിന് കൊടുക്കപ്പെടുന്ന പദം മറ്റൊന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ആരാധനയെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യ സ്ത്രീയോട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിനെക്കുറിച്ചും സത്യനമസ്കാരികളെക്കുറിച്ചുമൊക്കെ കർത്താവ് ഓർപ്പിക്കുമ്പോൾ ഇവിടെ ആരാധന എന്നുള്ള വാക്കിന് യോഹന്നാൻ 4:21 പ്രോസ്കുനയോ എന്ന് പറയുന്നൊരു പദമാണ്. പ്രോസ്കുനയോ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ ഒരു നായ് തൻ്റെ സ്നേഹം തൻ്റെ യജമാനനോട് കാണിക്കേണ്ടതിന് ഒരു യജമാനൻ്റെ കയ്യിൽ നക്കുക എന്നുള്ളൊരു പദമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ വിധേയത്വം കാണിക്കുന്നു, സ്നേഹം പ്രദർശിപ്പിക്കുന്നു. മാത്രമല്ല തൻ്റെ ഉടയവൻ്റെ മുൻപിൽ തൻ്റെ ലാളിത്യം പ്രകടമാക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് ആരാധന എന്നുള്ള പദത്തോടുള്ള ബന്ധത്തിൽ അർത്ഥമാക്കുന്നത്. എന്നാൽ റോമാലേഖനത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ആരാധന എന്നുള്ള പദത്തേക്കാൾ ഒരു റീസണബിൾ സർവീസ് എന്നുള്ള പദമാണ് അവിടെ വീക്ഷിച്ചിരിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം പഠിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക വർധനവിന് വളരെയേറെ ഗുണകരമാകും എന്ന് ഞാൻ കരുതുകയാണ്. ബുദ്ധിയുള്ളവർ എന്നൊരു പദം നിങ്ങൾ കണ്ടോ? ബുദ്ധിയുള്ളവർ എന്നൊരു പദം ബൈബിളിൽ ബുദ്ധിയുള്ളവർ എന്നുള്ള പദത്തിനും വിവിധ മൂല അർത്ഥങ്ങളാണ് ഉള്ളത്. ഇവിടെ റീസണബിൾ അഥവാ ന്യായമായ, യുക്തമായ എന്നുള്ളൊരു പദമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൽ ബുദ്ധിയുള്ളവരെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ഈ റീസണബിൾ എന്നുള്ളൊരു പദമല്ല ഉപയോഗിക്കുന്നത്. ബുദ്ധിയുള്ള ആരാധനക്കാരെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ചും, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ചുമൊക്കെ ഓർപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ കർത്താവ് ഓർപ്പിക്കുമ്പോൾ ആ ഉപമകളോടുള്ള ബന്ധത്തിൽ പോലും എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ച് മറ്റൊരിടത്ത് പറയുമ്പോൾ ഇവിടെ ബുദ്ധിയുള്ളൊരു നിലത്തെക്കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിയുള്ളൊരു നിലം. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവവചനത്തെ ഗ്രഹിച്ച് അതിനെ ഏറ്റെടുത്ത് അത് തന്നിൽ വളർത്തിയെടുത്ത് യജമാനന് ഫലം കൊടുക്കുന്ന ബുദ്ധിയുള്ള ഒരു നിലം. ഇവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം
ബുദ്ധിമാന്മാരെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. എന്നാൽ ഇനി ആരാധനയോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്? നമുക്കതിലേക്കാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ തന്നെ റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളോട് ഓർപ്പിച്ചുവല്ലോ, കഴിഞ്ഞ 11 അധ്യായങ്ങളിലുള്ള വിവരണങ്ങൾ എന്താണെന്ന് നാം ചിന്തിച്ചെങ്കിൽ മാത്രമേ 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പലപ്പോഴും ദൈവവചനം പഠിക്കുന്നവരെ കുഴയ്ക്കുന്നൊരു വിഷയമാണ് ചില വാക്യങ്ങളോ ചില വാക്യശകലങ്ങളോ കണ്ടാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്നത് പലപ്പോഴും അതിനു മുമ്പുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ 11 അധ്യായങ്ങളിൽ എന്താണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കും മുമ്പ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് സജഷൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാനും നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വളരാനും ആഗ്രഹിക്കുന്നെങ്കിൽ സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ പിന്നത്തേതിൽ നിങ്ങൾ ഒന്നാമത് വായിക്കേണ്ടുന്ന ലേഖനം റോമാലേഖനമാണ്. കാരണം റോമാലേഖന പഠനമില്ലാതെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് തൻ്റെ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള തൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ചും തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള ഒരു വലിയ ആശയം, ഒരു വലിയ വെളിപ്പാട് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് തരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഈ തിരുവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നമുക്ക് തീർച്ചയായും ഈ ലേഖനങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഇനി എന്താ റോമാലേഖനത്തിൻ്റെ വിവക്ഷ? അതിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനം 1-ാം അധ്യായം തന്നെ ജാതികളുടെ പാപത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. ഇപ്പം ഈ ജാതികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യഹൂദനൊഴികെ ബാക്കി എല്ലാവരും ജാതികളാണ് എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദൻ, അവർക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണമുണ്ട്, ചട്ടങ്ങളുണ്ട്, അതുപോലെ മറ്റ് ഉടമ്പടികളുണ്ട്, യാഗങ്ങളുണ്ട്. എന്നാൽ ഇവയൊന്നുമില്ലാത്തവരാണ് ജാതികൾ. അപ്പോൾ ജാതികൾക്കും യഹൂദനും നടുവിൽ ഒരു വേർപാടിൻ്റെ നടിച്ചുവരുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പേര് ന്യായപ്രമാണം എന്നായിരുന്നുവെന്നും കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ ആ വേർപാടിൻ്റെ നടിച്ചുവര് ഇടിച്ചു കളഞ്ഞിട്ട് ജാതികളെയും യഹൂദനെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തുവെന്നും ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പഠിക്കുന്നുണ്ട്. ഈ റോമാലേഖനം 1-ാം അധ്യായം എത്നിക്കോസ് അഥവാ ജാതികൾ അവരുടെ പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് യഹൂദൻ. എന്നാൽ ജാതികൾ ദൈവത്തെ അറിയാതെ അവർ പ്രകൃതിയാലുള്ളതിനെ നമസ്കരിച്ചു, ആരാധിച്ചു. അപ്പോൾ ജാതികൾ പാപികളാണ്, ശിക്ഷയ്ക്ക് യോഗ്യരാണ്. ഇതാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ജാതികൾ ശിക്ഷയ്ക്ക് യോഗ്യരാണ്, ജാതികൾ പാപത്തിന് വഴിപ്പെട്ടവരാണ്, അവർ സത്യദൈവത്തെ യഥാർത്ഥമായി സേവിക്കാത്തവരും അറിയാത്തവരുമാണ്, അവർ സ്വന്തം ബുദ്ധിക്കൊത്തവണ്ണം ദൈവങ്ങളെ ഉണ്ടാക്കിയവരാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അടുത്ത അധ്യായം 2-ാമത്തെ അധ്യായത്തിൽ ജാതികളെക്കാൾ വിശേഷതയുണ്ടെന്ന് പറയപ്പെടുന്ന യഹൂദനെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. യഹൂദനും പാപിയാണ്. ഇപ്പൊ ജാതികൾക്ക് ന്യായപ്രമാണമില്ല, അവർ ദൈവത്തെ അറിയാതിരിക്കെ അവർ ദൈവത്തെ അവരുടെ ഇച്ഛയ്ക്കൊത്തവണ്ണം ഉണ്ടാക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെ ക്ഷയനായ മനുഷ്യൻ അക്ഷയനായ ദൈവത്തിൻ്റെ ആ തേജസ്സിനെ പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളയുന്നു. അപ്പോൾ ജാതികൾ വിഗ്രഹാരാധികളാണ്. അപ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പാപമാണ് വിഗ്രഹാരാധന. അപ്പോൾ ഈ ജാതികളെ പാപികളെന്ന് വിധിക്കുന്നവരാണ് യഹൂദർ. കാരണം യഹൂദൻ ഒരിക്കലും വിഗ്രഹാരാധന നടത്തുന്നില്ല, യഹൂദൻ ഒരിക്കലും മറ്റു വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നില്ല, അവൻ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. എന്നാൽ റോമർ 2-ാം അധ്യായം പറയുന്നു, ഈ സത്യദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന യഹൂദനും പാപിയാണ്. കാരണം തനിക്ക് കൊടുത്ത ആ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ അവന് കഴിയുന്നില്ല. ഇപ്പോൾ 1-ാം അധ്യായം പറഞ്ഞു ജാതികൾ പാപികളാണ്. 2-ാം അധ്യായം പറയുകയാണ് പാപികളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദൻ അവനും പാപിയാണ്. കാരണം അവൻ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. അപ്പോൾ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്ന ജാതികൾ, ഇപ്പോൾ ന്യായപ്രമാണം കരത്തിൽ ലഭിച്ചിട്ട് ആ കരത്തിൽ ലഭിച്ച ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയാതെ പാപിയായിത്തീരുന്ന യഹൂദൻ.
അതുകൊണ്ട് തന്നെ റോമർ 2-ാം അധ്യായം തുടങ്ങുന്നത് ജാതികളെ വിധിക്കുന്ന യഹൂദനോടാണ്. വിധിക്കുന്നവനായുള്ളോവേ, നീ അവരെ വിധിക്കുമ്പോൾ അതേ വിധിയാൽ നിന്നെ തന്നെ വിധിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ജാതികളുടെ തെറ്റുകളെ അവൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അവനും തെറ്റുകൾ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ രണ്ട് കൂട്ടരെ നിങ്ങൾ കണ്ടോ. ഒന്ന് എത്തനിക്കോസ് അഥവാ ജാതികൾ, രണ്ടാമത്തെ യഹൂദൻ. ഈ ജാതികളും പാപം ചെയ്തു, യഹൂദനും പാപം ചെയ്തു. ഇതാണ് 2-ാം അധ്യായം. അപ്പൊ ഈ യഹൂദനും കൂടെ പാപം ചെയ്തത് കൊണ്ട് ഇപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ഒരു നീതിമാനുമില്ല. ഈ പദത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എന്നൊക്കെ പറയുന്നത് ജാതികളും പാപികളാണ്, യഹൂദരും പാപികളാണ്. ഇതിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൽ യഹൂദനും പാപികളാണെന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ അധ്യായത്തിൽ യഹൂദനുമില്ല, ജാതികളുമില്ല, എല്ലാവരും ഒരുപോലെ പാപത്തിന് കീഴാകയാൽ സകലരും ശിക്ഷയ്ക്ക് യോഗ്യരാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പൊ ഈ 3-ാമത്തെ അധ്യായത്തിൽ സകലരും ശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടുള്ള ആ വീണ്ടെടുപ്പ് നിമിത്തം നമുക്ക് ഒരു നീതീകരണവും പ്രത്യാശയും ഉണ്ടെന്ന് അപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവിടെ ഇനി 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലാണ് നീതീകരണം എന്നൊരു പദത്തിലേക്ക് അവിടെ അപ്പോസ്തലൻ കാര്യങ്ങളെ കൊണ്ടുവരികയാണ്. ഇനി 4-ാം അധ്യായം നീതീകരണം എന്താണെന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. എന്താണ് നീതീകരണം? ക്രിസ്തയേശുവിലെ നീതീകരണം എന്താണ്? അപ്പം അദ്ദേഹം അതിന് ദാവീദിനെയും അതുപോലെ അബ്രഹാമിനെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ താൻ ചെയ്ത പ്രവൃത്തികൾ നിമിത്തം ഇനിയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവന് കഴിയത്തില്ല. അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ, ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം മനുഷ്യകുലം ദൈവിക പദ്ധതിയിൽ നിന്ന് ഇടറിപ്പോയപ്പോൾ അവിടെ ദൈവം പുതിയൊരു പദ്ധതി ഇടുകയാണ്. ഇനിയും മനുഷ്യരൊന്നും ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ദൈവം താൻ ചിലത് ചെയ്തിട്ട് ആ കൃപയാൽ നമ്മെ നീതീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ സുന്ദരമായൊരു വിവരണമാണ് ഈ 3-ാം അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 4-ാം അധ്യായം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ നീതീകരണത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: നിർജീവത്വമുള്ള ശരീരവുമായി ജീവിച്ച അബ്രഹാമും സാറയും അവർക്കൊരു പുത്രനുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ വിശ്വസിച്ചു. ഔവണ്ണം നാമും പാപികളാണ്, ദൈവസന്നിധാനത്തിൽ ഒരിക്കലും ക്ഷമ കിട്ടാൻ നാം യോഗ്യരല്ല. നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നിത്യതയ്ക്ക് അവകാശിയായിത്തീരും, നിത്യജീവൻ അവകാശിയായിത്തീരും എന്നുള്ള ആ ദൈവിക വിളംബരത്തെ നമ്മൾ വിശ്വസിച്ചേറ്റെടുത്തത് കൊണ്ട് ആ നിർജീവ ശരീരമുള്ള അബ്രഹാമിന് മക്കളുണ്ടായതുപോലെ തികച്ചും പാപത്തിലകപ്പെട്ട നമുക്ക് രക്ഷയുണ്ടാകുന്നു, നീതീകരണമുണ്ടാകുന്നു. ഇതാണ് 4-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത്. ഇനി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ നീതീകരണം എന്നുള്ള ആ പദത്തെ കുറച്ചുകൂടി വിപുലമായിട്ട് അപ്പോസ്തലൻ വിവരിക്കുക. എന്താണ് നീതീകരണം എന്നുള്ളത്? ഒന്നുകൂടി പറഞ്ഞാൽ, അവിടെ നീതീകരണത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത് ആദാം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ദൈവം നമ്മെ ക്രിസ്തു എന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനിലേക്ക് പറിച്ചു നടുകയാണ്. ആദാമിൽ നിന്ന് ക്രിസ്തുവിലേക്ക്. ഇതാണ് 5-ാം അധ്യായത്തിൻ്റെ വിവക്ഷ. അപ്പോൾ അവിടെ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്: ഒന്നാമത്തെ മനുഷ്യൻ അഥവാ ഏക മനുഷ്യനായ ആദത്തിൻ്റെ ലംഘനം കൊണ്ട് അനേകർ പാപികളായി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. നാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ടല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ അനുസരിക്കുക നിമിത്തവും ദൈവിക പദ്ധതിക്ക് തന്നെത്താൻ ഏൽപ്പിക്ക നിമിത്തവും നാം നീതിമാന്മാരായി തീർന്നു. എത്ര മനോഹരമായ വിവക്ഷയാണ് അവിടെ 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നീതീകരണത്തെക്കുറിച്ച് നൽകുന്നത്. അപ്പോൾ ഈ 5-ാം അധ്യായത്തിൽ അങ്ങനെ ആദാമിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നമ്മെ പറിച്ചു നടുന്ന ആ പറിച്ചു നടീലിനെ കുറിച്ച് ഓർപ്പിച്ചതിന് ശേഷമായിട്ട് വീണ്ടും അതെന്താണെന്ന് വിവരിക്കുകയാണ് 6-ാമത്തെ അധ്യായത്തിൽ. 6-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ആ പാപം സംബന്ധിച്ചുള്ള മരണത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ആദാമ്യ പാപത്തിൽ നിന്ന് നാം അടർത്തി മാറ്റപ്പെട്ടെന്നും ആദാമ്യ പാപത്തിന് ഇനിയും നമ്മുടെ മേൽ യാതൊരു സ്വാധീനമില്ലെന്നും
റോമാലേഖനം നമ്മോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ആദം ചെയ്ത പാപം, ആ പാപം തലമുറയായി മനുഷ്യന്റെ മേൽ പടരുന്നു. അത് രണ്ട് വിധത്തിലാണ് പടരുന്നത്. ഒന്ന്, പാപം ചെയ്യുവാനുള്ള ഒരുവന്റെ പ്രേരണ അഥവാ ആദാമ്യ വീഴ്ചയുടെ ആ പ്രകൃതി, അത് തലമുറയായി കൈമാറ്റം ചെയ്തു വരികയാണ്. രണ്ട്, പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ കോൺസിക്വൻസ്. ആദം പാപം ചെയ്ത നിമിത്തമുള്ള ആ ശാപം, ആ പാപത്തിൻ്റെ കോൺസിക്വൻസ്, അത് തലമുറകൾ അനുഭവിച്ചേ പറ്റൂ. എന്നാൽ റോമാലേഖനം 6-ാം അധ്യായം നമ്മോട് പറയുന്നു, ആദാമ്യ പാപം സംബന്ധിച്ച് നാം മരിച്ചു. ഇനിയും ആദം പാപം ചെയ്തതിൻ്റെ കോൺസിക്വൻസ് നാം വഹിക്കേണ്ടതില്ല. ഇതെത്ര സുന്ദരമായ ഒരു വാർത്തയാണ്. ക്രിസ്തുവിൽ വരുന്ന ഒരുവന് ആദാമ്യ പാപം ബാധകമല്ലെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. അപ്പോൾ റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിലൊക്കെ പാപം സംബന്ധിച്ച് മരിച്ചവരായ നാം എന്നൊക്കെ പറയുന്നത് ഏത് പാപമാണ്? അത് നാം ചെയ്ത പാപത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആദാമ്യ പാപത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദാമിൻ്റെ പാപം സംബന്ധിച്ച് നാം മരിച്ചു. ഇനിയും അതുമായി നമുക്കൊരു ബന്ധവുമില്ല. കാരണം നാം ആദത്തിലല്ല, നാം ക്രിസ്തുവിലത്രേ ആയിരിക്കുന്നത്. ഇതാണ് റോമാലേഖനം 6-ാം അധ്യായം ഓർപ്പിക്കുന്നത്, പാപം സംബന്ധിച്ചുള്ള മരണം. പ്രൈസ് ഗോഡ്. ഇനിയും റോമാലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ ഈ പാപം സംബന്ധിച്ച് മരിച്ച ഒരാൾ, ആദാമ്യ പാപം സംബന്ധിച്ച് മരിച്ച ഒരാൾ ക്രിസ്തുവിലേക്കാകുകയാണ്. ഇനിയും അവൻ ആദത്തിൽ നിന്നുള്ളവനല്ല, ഇനി അവൻ ക്രിസ്തുവിൽ നിന്നുള്ളവനാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നാം ക്രിസ്തുവിൽ നിന്നുള്ളവരാണ്. ആദാമ്യമായത് നമ്മെ ഭരിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീഗലായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യായമായി പറഞ്ഞാൽ, രോഗങ്ങളോ വേദനകളോ മറ്റ് ഇതര വിഷയങ്ങളോ പൈശാചികമായതൊന്നും നമ്മുടെ മേൽ ഒരിക്കലും ബാധിക്കയില്ലെന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തരികയാണ്. പക്ഷേ അത് വിശ്വാസത്താലും വെളിപ്പാടിനാലും ദൈവവചന നിശ്ചയത്താലും നാം ഏറ്റെടുക്കേണ്ടതാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ വിശ്വാസവും ഈ വെളിപ്പാടും ഈ ദൈവവചന നിശ്ചയവും നമുക്കില്ലാത്തത് കൊണ്ട് പലപ്പോഴും നാം ഇതിനാലൊക്കെ ബാധിക്കപ്പെടാറുമുണ്ട്. പ്രൈസ് ഗോഡ്. സോ ഇപ്പോൾ 6-ാം അധ്യായം അങ്ങനെ പാപം സംബന്ധമായി മരിക്കുന്നതിനെ കുറിച്ച് ഓർപ്പിക്കുന്നു. 7-ാം അധ്യായം ന്യായപ്രമാണം സംബന്ധിച്ച് ഉള്ള മരണത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, നാം ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, ന്യായപ്രമാണം നമുക്ക് ബാധകമല്ല. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ന്യായപ്രമാണം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പക്ഷേ എഴുതപ്പെട്ട ന്യായപ്രമാണങ്ങൾ നമുക്ക് ബാധകമല്ലാത്തതുപോലെ കർത്താവ് ആ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയമുണ്ടാകാം. ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിച്ചവരാണോ? അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമുണ്ടോ? ന്യായപ്രമാണം ദൈവത്തിൻ്റെ വചനം തന്നെയല്ലേ? അത് ദൈവവചനമായിരിക്കെ എന്തുകൊണ്ട് അതിൽ നമുക്ക്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നു, ന്യായപ്രമാണം എഴുതപ്പെട്ട നിലയിലല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ആജ്ഞയാലോ കൽപ്പനയാലോ ചെയ്യേണ്ടുന്ന ദൈവവചനങ്ങളെ നാം നമ്മുടെ സ്വഭാവത്താൽ ചെയ്യുന്നു. നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. കൽപ്പനയാൽ യഹൂദൻ ചെയ്തു പോന്നത്, അവൻ എഴുതി കൊടുത്ത കൽപ്പനകൾ, അവൻ ചെയ്യുവാൻ ആഗ്രഹിച്ചത്, അതൊന്നും നമുക്ക് കൽപ്പനയായിട്ടല്ല നൽകുന്നത്, നമ്മുടെ ഹൃദയങ്ങളിൽ അത് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ കൽപ്പനയാൽ ചെയ്യാൻ, അനുസരിക്കാൻ ആഗ്രഹിച്ചത്, ശ്രമിച്ചത് നാം നമ്മുടെ സ്വഭാവത്താൽ ചെയ്യുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ സ്വഭാവം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഒത്തതാണ്. ഇതാണ് ഒരു ദൈവവേദന സാക്ഷ്യം. അപ്പോൾ റോമാലേഖനം 7-ാം അധ്യായവും എന്താണെന്ന് നമ്മൾ ചുരുക്കമായി കണ്ടു കഴിഞ്ഞു. ഇനി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായത്തിൽ ആദാമ്യപാപം സംബന്ധിച്ച് മരിച്ച് 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ച ഒരുവൻ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആ സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യമാണ് ദൈവമക്കൾ എന്ന സ്വാതന്ത്ര്യം.
നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, നാം ആദത്തിൻ്റേതല്ല, നാം പാപത്തിൻ്റേതല്ല, നാം ന്യായപ്രമാണത്തിൻ്റേതല്ല, നാം ദൈവത്തിൻ്റേത് മാത്രമാണ് എന്നുള്ള ആ തിരിച്ചറിവ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള മരണം, 8-ാം അധ്യായത്തിൽ ക്രിസ്തുവിലൂടെയുള്ള ആ ജയജീവിതത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. അപ്പോൾ 5, 6, 7 അധ്യായങ്ങൾ നിങ്ങൾ കണ്ടോ? നീതീകരണം, പാപം സംബന്ധിച്ചുള്ള മരണം, അത് കഴിഞ്ഞ് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള മരണം. ഇതൊക്കെ സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് 8-ാം അധ്യായത്തിൽ വീണ്ടും ഓർപ്പിക്കുക. അത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നടക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവാത്മാവിൻ്റെ നിറവ് നമ്മുടെ മേൽ ഉണ്ട് എന്നതിനേക്കാൾ നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നാം ക്രിസ്തുവിലാണ്. ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. അപ്പോൾ ഞാനല്ല, മറിച്ച് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ഞാനും മറ്റുള്ളവരും തിരിച്ചറിയുമാറ് നമ്മുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആധിപത്യവും സ്വാധീനവും വെളിപ്പെടണമെന്ന് റോമാലേഖനം 8-ാം അധ്യായം നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നത്: ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യം. പാപത്തിന് എൻ്റെ മേൽ ഒരു ബാധ്യതയുമില്ല. ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ എഴുതപ്പെട്ട കൽപ്പനകളൊന്നും അല്ല എന്നെ നിയന്ത്രിക്കുന്നത്. മറിച്ച് ഞാൻ സ്വഭാവത്താൽ, ഞാൻ ക്രിസ്തുവിൻ്റെ ആ ക്യാരക്ടറിൻ്റെ, ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിയാണ്. എൻ്റെ വീണ്ടും ജനന അനുഭവത്തിൽ എൻ്റെ മേൽ വെളിപ്പെട്ട യേശു കർത്താവിൻ്റെ സ്വഭാവത്തിലാണ് ഞാൻ മുന്നേറുന്നത്. ഈ ഒരു വലിയ തിരിച്ചറിവാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ താക്കോൽ. ഇതാണ് 8-ാം അധ്യായം നമ്മോട് പറഞ്ഞു തരുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇനിയും വേഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ യുഗപരമായ ആ ഇടപെടിയിലാണ് 9-ാമത്തെ അധ്യായത്തിൽ. 10ഉം 11ഉം അധ്യായത്തിൽ പറയുന്നത് ജാതികളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലും, ജാതികൾക്ക് വേണ്ടി യഹൂദനെ അണുവിട മാറ്റി നിർത്തിയിട്ട് ജാതികൾക്ക് വെളിപ്പെട്ട രക്ഷയെക്കുറിച്ചുമാണ്. അങ്ങനെ യഹൂദനോട് ദൈവം അവൻ്റെ അനുസരണക്കേട് നിമിത്തം അവനെ മാറ്റി നിർത്തിയിട്ട് യഹൂദൻ്റെ പദവിയിൽ ജാതികളെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ യഹൂദൻ്റെ പദവിയിൽ ജാതികളെ നിർത്തിയിരിക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സലിവ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ജനമായ യഹൂദന് പകരക്കാരെ പോലെയും അതേ പദവിയിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് എന്ന് ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത്രത്തോളം കാര്യം 1-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ നിങ്ങൾ ഗ്രഹിച്ചു എന്ന് കരുതുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദി. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവേ, അവരോട് കൂടി ഇരിക്കണമേ. തിരുവചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനും അതിൻ്റെ വെളിപ്പാടുകളെ ഗ്രഹിപ്പാനും അങ്ങനെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ സ്വാതന്ത്ര്യവും ജയവും ഏറ്റെടുപ്പാൻ സ്വർഗം വരെ ഒരുക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്ന് കർത്താവിന് ഹിതകരമാവണ്ണം ജീവിക്കേണ്ടതിന് ഞങ്ങളെ ഒന്നിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇതിൻ്റെ തുടർമാന ചിന്തകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാൻ ദൈവം ഇടയാക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.